വേൾഡ് കപ്പിലെ മൂന്നാം റൗണ്ട് പോരാട്ടങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് എഫിലെ 3 റൗണ്ട് പോരാട്ടങ്ങളും അവസാനിച്ചു. ഇന്ന് നടന്ന പോരാട്ടത്തിൽ നെതർലാൻഡ് തുനീഷ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനക്കാരായി. നിർണായകമായ മത്സരത്തിൽ സ്വീഡൻ ജപ്പാൻ പോരാട്ടം സമനിലയിൽ പിരിഞ്ഞു. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് ജപ്പാനായിരുന്നു. എന്നാൽ അധികം വൈകാതെ സ്വീഡൻ മത്സരം സമനില ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ 3 മത്സരങ്ങളിൽ 2 വിജയവും 1 സമനിലയുമായി നെതർലാൻഡ് 1-ാം സ്ഥാനത്തും 3 മത്സരങ്ങളിൽ 1 വിജയവും 2 സമനിലയുമായി 5 പോയിന്റോടെ ജപ്പാൻ 2-ാമതുമാണ്. 3 മത്സരങ്ങളിൽ 1 വിജയവും 1 സമനിലയും 1 തോൽവിയും അടക്കം സ്വീഡൻ 4 പോയിന്റോടെ 3-ാം സ്ഥാനത്താണ്. ഇതോടെ റൗണ്ട് ഓഫ് 32-വിൽ ബ്രസീലിന് എതിരാളികളായിരിക്കുകയാണ്. ഗ്രൂപ്പ് സിയിലെ 1-ാം സ്ഥാനക്കാരും ഗ്രൂപ്പ് എഫിലെ 2-ാം സ്ഥാനക്കാരും തമ്മിലാണ് റൗണ്ട് ഓഫ് 32 മത്സരം നടക്കുന്നത്. ഇതോടെ റൗണ്ട് ഓഫ് 32-വിൽ ബ്രസീൽ ജപ്പാൻ പോരാട്ടം നമുക്ക് കാണാനാകും. വീറും വാശി നിറഞ്ഞൊരു പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ് ഫുട്ബോൾ ലോകം കാത്തു നിൽക്കുന്നത്. വമ്പന്മാരെ എല്ലാം വീഴ്ത്തിക്കൊണ്ടാണ് ജപ്പാന്റെ വരവ്. അതേസമയം വേൾഡ് കപ്പിൽ നിലവിൽ മിന്നും ഫോമിലാണ് ബ്രസീലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 ടീമുകളിലൊന്നേ പ്രീ ക്വാർട്ടർ കാണൂ എന്നതാണ് ആശങ്കാജനകം. ഏതായാലും ജപ്പാൻ ബ്രസീൽ പോരാട്ടത്തിന് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ബ്രസീൽ ജപ്പാൻ പോരാട്ടത്തിൽ ആര് വിജയിക്കാനാണ് കൂടുതൽ സാധ്യത? എത്ര ഗോളുകൾക്ക്? തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.